അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചത് പോലെ തന്നെയായിരുന്നു. അതിൻ്റെ റിസൾട്ടാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഫുൾ TP ഹിറ്റായിട്ടുണ്ടായില്ല. ഫുൾ TP എന്ന് പറയുന്നത് 1:3 ആയിരുന്നു. നമ്മൾ ഈ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനുണ്ടായിരുന്ന കൺഫർമേഷൻസ്, നമ്മൾ പ്രൈസ് നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈക്വൽ ഹൈസ് ഇൻഡ്യൂസ്മെൻറ്റ്, അത് കഴിഞ്ഞ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഇത്തരം കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്താൽ മാത്രം മതിയായിരുന്നു. ഈ സപ്ലൈ സോണിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്യണം എന്നായിരുന്നു വിചാരിച്ചത്. ബട്ട് പെർഫെക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ മാർക്കറ്റ് നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് സെല്ലേഴ്സിനെ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നൈസ് മൂവ് തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മാക്സിമം ക്യാപിറ്റലൈസ് ചെയ്യാനും കഴിഞ്ഞു. അതൊക്കെ എല്ലാവർക്കും പറ്റണം എന്നില്ല. എക്സ്പീരിയൻസും മാർക്കറ്റ് ഐക്യവും ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ എക്സിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ മാർക്കറ്റ് ഐക്യവും എക്സ്പീരിയൻസും നല്ലോണം ഉള്ള ഒരാൾക്കും ആർക്കും എപ്പോഴും അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് പറ്റുകയുമില്ല. പക്ഷേ എല്ലാവർക്കും ചെയ്യാൻ പറ്റണ ഒരു കാര്യം ഉണ്ടായിരുന്നു. പ്രോഫിറ്റിൻ്റെ പാർഷ്യൽസ് എടുക്കുക, പ്രൈസ് കുറച്ച് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ട്രേഡ് ബ്രേക്ക് ചെയ്യാനാക്കി വെക്കുക. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രോഫിറ്റിൻ്റെ മാക്സിമം ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്നത്. ഞാനിവിടെ പ്രീവിയസ് ലോ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ ബ്രേക്ക് ഇവനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രൈസ് ചിലപ്പോൾ ഇവിടെ നിന്ന് ചിലപ്പോൾ റിവേഴ്സ് ആകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ അപ്പം തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ വലിയ മൂവും ക്യാച്ച് ചെയ്യണമെന്നില്ല ഒരു ട്രേഡറിന്. അപ്പോൾ ഇതായിരുന്നു ട്രേഡിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ വേറെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോ ചെയ്യാം.